الرحمن الرحيم مالك يوم الدين. സമസ്ത 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട വീഡിയോകളിലെല്ലാം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ഏറെ വൈവിധ്യങ്ങളുടെ കാഴ്ചയാണ് ഈ തവണത്തെ 100-ാം വാർഷിക സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. ബറാത്ത് ദിനത്തിലാണ് ഇന്ന് നമ്മളുള്ളത്. വിശ്വാസികളായ ആളുകൾ ഈ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നുണ്ട്. സ്വാഭാവികമായും നോമ്പിനോടനുബന്ധിച്ച് അതിൻ്റെ വൈകുന്നേര സമയത്ത് ഇഫ്താറുണ്ട്. ഇഫ്താറുമായി ബന്ധപ്പെട്ട് ഇത്രയും ആളുകൾ ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്നിവിടെ ഇഫ്താറിന് നോമ്പ് തുറക്കാൻ വേണ്ടി 1000-ലേറെ ആളുകൾ ഇവിടെ ഉണ്ട്. കാരണം വളണ്ടിയേഴ്സായിട്ടും അതുപോലെ തന്നെ വിവിധ മേഖലകൾ കൈകാര്യം ചെയ്യുന്നവരായിട്ടും അതിൻ്റെ ജോലിക്കാരായിട്ടും മാധ്യമപ്രവർത്തകരായിട്ടുമൊക്കെ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്. 1300ഓളം ആളുകളുണ്ടെന്നാണ് നമുക്ക് കിട്ടിയ കണക്ക് പ്രകാരം. അപ്പോൾ ഈ ആളുകൾക്കൊക്കെ വേണ്ട ഇഫ്താർ ഒരുക്കുക എന്നുള്ളത് വലിയൊരു ചുമതല കൂടിയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇഫ്താറിന് ഒരുക്കിയിട്ടുള്ളത്, എങ്ങനെയാണ് അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ എന്നുള്ളത് അതിൻ്റെയുമായി ബന്ധപ്പെട്ട ആളുകളോട് നമുക്ക് ചോദിച്ചറിയാം. അതേപോലെ ഇതിൻ്റെ കലവറയിലേക്ക് ചെന്നിട്ട് എങ്ങനെയാണ് അവർ ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണേണ്ടതുണ്ട്. സംസ്ഥ 100-ാം വാർഷിക സമ്മേളനത്തിൽ കുറേ വൈവിധ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നോമ്പ് കൂടി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ബറാത്ത് നോമ്പാണ്. അപ്പോൾ അതിൽ ഇഫ്താർ ഇത്രയും ആളുകൾ ഇവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഇഫ്താറിന് എന്തൊക്കെ തരം ഒരുക്കങ്ങളാണ് ഇപ്പോൾ സജ്ജമായിട്ടുള്ളത്? ഇഫ്താറിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആവശ്യമായ വിഭവങ്ങളെക്കുറിച്ചൊക്കെ അതിൻ്റെ ഡ്യൂട്ടിയുള്ള എൻ്റെ ലീഡർ തന്നെ പറയും. നിലവിലിപ്പോൾ 1300ഓളം ആളുകൾക്കുള്ള ഇഫ്താറാണ് ഇന്നിവിടെ ഒരുക്കിയിട്ടുള്ളത്. അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭവങ്ങളും ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ച് വിക്കായ ക്യാമ്പിലെ അവിടെ വന്നിട്ടുള്ള പ്രതിനിധികൾ, മീഡിയ, ഓഫീസ്, അതേപോലെ തന്നെ എക്സ്പോ, ഇങ്ങനെ ഒരു 15ഓളം ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ കേന്ദ്രീകരിച്ച് അവരിൽ നിന്ന് ഫുഡിൻ്റെ ലിസ്റ്റ് ശേഖരിക്കും. അതനുസരിച്ച് കൊണ്ട് അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും ലീഡർമാർ വന്ന് അവർക്ക് ആവശ്യമായ ഭക്ഷണം കൊണ്ടുപോകുന്ന രീതിയാണ്. അൽഹംദുലില്ലാഹ് ഇഫ്താറിൻ്റെ ഫൈനൽ ഘട്ടത്തിലേക്കാണ്. ഇഫ്താറിനുള്ള ഭക്ഷണങ്ങളൊക്കെ ഏകദേശം സെറ്റ് ചെയ്ത് പോയി കഴിഞ്ഞു. വിഭവങ്ങൾ ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ആൾ തന്നെ പറയുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ അന്ന് മുതൽ തന്നെ ഭക്ഷണം ഇവിടെ കലവറയൊക്കെ ഒരുങ്ങിയിട്ടുണ്ട്. അപ്പോൾ കലവറയുടെ ഭാഗമായിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൻ്റെയൊക്കെ വീഡിയോ കഴിഞ്ഞ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ഭക്ഷണം വ്യത്യസ്തമാണ്, ഏറെ രുചിയേറിയതാണ്. അപ്പോൾ അതിനുള്ളൊരു അഭിനന്ദനം കൂടി പറയാം. കാരണം എല്ലാ നേരം ഭക്ഷണം കഴിക്കുന്ന ആളുകൾ കൂടിയാണ് ഞങ്ങൾ. അപ്പോൾ എന്താണ് ഇന്നത്തെ വിഭവം, ഇഫ്താറിൻ്റെ വിഭവം? ഇന്നത്തെ ഇഫ്താറിൻ്റെ വിഭവം പൊറോട്ട, പത്തിരി, ചപ്പാത്തി, പിന്നെ വെജിറ്റബിൾ കുറുമ, ചിക്കൻ കുറുമ, പിന്നെ സമൂസ, ഈത്തപ്പഴം, പിന്നെ 3 തരം ഫ്രൂട്ട്സ്, പൈനാപ്പിൾ ജ്യൂസ്, ചായ. അത്രയാണ് 1300ഓളം ആളുകൾക്കുള്ള. ഇപ്പോൾ ഇവിടുന്ന് പോയി തുടങ്ങി, അതത് സ്ഥലങ്ങളിലേക്ക് എത്തി തുടങ്ങി. മുഫത്തിഷന്മാരുണ്ട് ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള ഇന്നത്തെ അതിഥികളായിട്ട് വന്ന് ചേർന്നിട്ടുള്ള ഓഫീസേഴ്സ് ഉൾപ്പെടെ ലീഡേഴ്സ് ഉൾപ്പെടെ ഈ പറയപ്പെട്ട ആളുകൾക്കൊക്കെ ഇതിനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി ലാസ്റ്റ് ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ നോമ്പ് ആണല്ലോ അല്ലേ? അതായത് ബാക്കിയുള്ള എല്ലാത്തിനും മാറ്റി നിർത്തി നോക്കുമ്പോൾ നോമ്പ് ഒരു പ്രത്യേക, നമുക്ക് വിശ്വാസികളെ സംബന്ധിച്ചൊരു പ്രത്യേക ഫീൽ ഉണ്ടാക്കുന്നതാണ്. അതേ ബറാത്ത് നോമ്പ് കൂടിയാണ്, റമദാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കും കൂടിയാണ്, കൂടുതലടുത്ത്. അപ്പോൾ ഒരു നോമ്പിൻ്റെ ഒരു സജ്ജീകരണമാണ്. എല്ലാവർക്കും കൂടുതലും ജോലിക്കാരാണെങ്കിലും ഒക്കെ നോമ്പുള്ളവരും കൂടിയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒരു ക്രമീകരണം, തിരക്ക് അടിച്ചൊരു സമയത്തുള്ള ക്രമീകരണമൊക്കെ എങ്ങനെയാണ് നടന്നത്? ഇല്ല, അങ്ങനെ ഒരു ഫീല് തോന്നിയിട്ടില്ല. പക്ഷേ കുനിയിലെ ബറാത്ത് നോമ്പ് എന്ന് പറയുമ്പോൾ ശരിക്ക് ഒരു റമദാൻ നോമ്പിൻ്റെ തുടക്കം പോലെയാണ്. ഇന്ന് രാവിലെയൊക്കെ വളരെ ശാന്തമാണ് ഈ പ്രദേശം മൊത്തം. പക്ഷേ ഇവിടെ സജീവമായതെന്ന് വെച്ചാൽ ബഹുമാനപ്പെട്ട കുമ്പോൽ തങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ സന്ദർശിച്ചിരുന്നു. അവരുടെ അനിയന് ഇന്ന് സന്ദർശിച്ചു. അപ്പം തന്നെ കലവറ ഒന്ന് സജീവമായി. കാരണം ഇവിടുത്തെ ജോലിക്കാരൊക്കെ അങ്ങനെയുള്ള മഹത്തുക്കളുടെ സാന്നിധ്യം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. ഇവിടെ ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കി ഇത്രയും ആളുകൾ ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഒരു കാരണവശാലും അവർ നിരാശരാവാൻ പാടില്ലല്ലോ. അതിനനുസരിച്ചിട്ടുള്ള ഒരുക്കങ്ങൾ സ്വാഗതസംഘത്തിൻ്റെ ഭാഗത്തുനിന്നും ഫുഡ് കമ്മിറ്റിയുടെ ഭാഗത്തുനിന്നും അവരത് ഓരോ സമയത്തും വിലയിരുത്തുകയും അതുമായി ബന്ധപ്പെട്ട അഭ്യർത്ഥന നടത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസൃതമായിട്ട് അവരെ കൂടെ നമ്മൾ നിൽക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി. എന്നാലും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഭക്ഷണം എല്ലാ തവണയും സമ്മാനിക്കാറുണ്ട്. അപ്പോൾ ഈ ഇഫ്താറിനും അതായിരിക്കും ഇതിൻ്റെ അവസാന നിമിഷത്തിലാണ് ഉള്ളത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇന്ന് അൽഹംദുലില്ലാ നമ്മളെ ക്യാമ്പിൻ്റെ തുടക്കം നാളെയാണെങ്കിലും ക്യാമ്പ് നിയന്ത്രിക്കുന്ന കോർഡിനേറ്റർമാരാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ക്യാമ്പിൻ്റെ 3 പവലിയൻ്റെ ചുമതലയുള്ള അഭിമന്യരായ പാണക്കാട് സയ്യിദ് ഹഷിൽ ഷിഹാബ് തങ്ങൾ, ബഹുമാനനായ സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ, സയ്യിദ് മുബഷിർ തങ്ങൾ ജമലുല്ലൈലി ഉൾപ്പെടെയുള്ള 3 ആളുകൾ അവരുടെ നേതൃത്വത്തിൽ അവരുടെ കീഴിലായിക്കൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 33 CN-കാർ, SPN-കാർ, CF, SFG, SFD എന്ന ചില ആളുകൾ തുടങ്ങിയ ആളുകളാണ് ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള
ഈ കാണുന്ന ആളുകൾ ഈ ക്യാമ്പിൻ്റെ ഈ പവലിൽ ആദ്യമായി നടക്കുന്നൊരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഇഫ്താറാണ്. ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. ക്യാമ്പിൽ ആദ്യത്തെ ഭക്ഷണം കൊടുക്കുന്നത്, ആദ്യത്തെ പ്രോഗ്രാം എന്നുള്ള ഇഫ്താറാണ്. അത് വലിയൊരു സന്തോഷം എന്നുള്ള പറയാം. കാരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഈ ദിവസം ഇഫ്താറുമായി ഒത്തുകിട്ടിയത്. അതെന്തൊരു സമസ്തൻ്റെ ഒരു തൗഫീക്കാണ്. ഇനിയിപ്പോൾ വ്യാഴാഴ്ച ദിവസം മഹാനായ സംസ്ഥയുടെ സ്ഥാപകൻ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വഫാത്ത് ദിനമാണ്. അന്നാണ് ഇവിടുത്തെ ആത്മീയ സദസ്സ് നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെയോ ഇതൊക്കെ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പോലും അങ്ങനെ ആയി മാറുകയാണ്. മാസം കാണാൻ നമ്മൾ തീരുമാനിക്കണമല്ലോ, പക്ഷെ അത് അങ്ങനെ ആയി തീരുകയാണ്. അതൊരു സംസ്ഥയുടെ ഒരു ആത്മീയമായ ഒരു അടയാളമാണ് അടയാളപ്പെടുത്തുന്നത്. ഇന്നിപ്പോൾ വെറും കോർഡിനേറ്റർമാരുടെ യോഗം മാത്രമാണ് ഇത്രയും ആളുകൾ നടിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സംസ്ഥാന സംഘശക്തി എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ആ സംഘശക്തിക്ക് നേതൃത്വം നൽകുന്ന കോർഡിനേറ്റർമാർ മാത്രമാണ് ഇന്നിവിടെ ഒരുമിച്ചുകൂടി. സമസ്തയുടെ 100ാം വാർഷിക ഒരു ചരിത്ര നിമിഷത്തിലാണുള്ളത്. ഇപ്പോൾ ഒപ്പം ബറാത്തിൻ്റെ ഒരു ഇഫ്താർ കൂടി എത്തിയിരിക്കുന്നു. എന്താണ് ഈ നിമിഷത്തിൽ തോന്നുന്നത്? ജീവിതത്തിൽ കിട്ടിയ ഒരു അപൂർവ നേട്ടമാണ്. കാരണം 100ാം വാർഷികത്തിൽ ഈ 313 ക്ലസ്റ്ററുകളിലെ ഒരു ക്ലസ്റ്ററിൻ്റെ CF ആയിട്ടാണ് ഞങ്ങൾ ഓരോരുത്തരും ഇവിടെ വന്നിട്ടുള്ളത്. ഇന്ന് സംഗമിച്ചതിൻ്റെ 10 ഇരട്ടിയാണ് നാളെ ഇവിടെ സംഗമിക്കണം. അതിൻ്റെ 100 ഇരട്ടിയാണ് മറ്റന്നാൾ ഇവിടെ സംഗമിക്കാം. വളരെ സന്തോഷമാണ് ലൈഫിൽ ഇങ്ങനത്തെ അവസരം കിട്ടിയത്. കർണാടകയിൽ നിന്ന് എത്തിയ ആളുകളാണെന്ന് അറിഞ്ഞു. ഈ ഒരു ബറാത്ത് രാവ് ഒപ്പം സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം അതിനോടനുബന്ധിച്ചുള്ള ഈ ഇഫ്താറിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ಇಫ್ತಾರ್ಲಿ ಎങ്ങനെയാണ് സന്തോഷം? ಜೀವಿತದಲ್ಲಿ ഏറ്റവും വലിയ ಅದ್ಭುತಮಾയിട്ടാണ് തോന്നുന്നത്. ನಮಗೆ ಬಹಳ ಅದ್ಭುತ ಆಗ್ತಾ ಇದೆ. ಕರ್ನಾಟಕದ ಹತ್ತಿರದ ಈ ಭಾಗದಲ್ಲಿ ಇಂತಹ ಒಂದು ಸಮ್ಮೇಳನವನ್ನು ಆಯೋಜಿಸಿದ್ದು ಸಮಸ್ತ ನಮಗೆ ಕೊಟ್ಟಂತಹ ಒಂದು ಅದ್ಭುತವಾಗಿದೆ. ನಮಗೆ ಬಹಳ ಹೆಮ್ಮೆ ಇದೆ. ನಮ್ಮ ಜೀವನದಲ್ಲಿ ಅತಿ ದೊಡ್ಡ സൗഭാഗ്യವಾಗಿದೆ ഇത്. സംസ്ഥയുടെ 100ാം വാർഷികം ഒപ്പം ബറാത്ത് ദിനം അതിനൊരു ഇഫ്താറിലാണ് ഇരിക്കുന്നത്. എല്ലാ കുറേ പണ്ഡിതന്മാരിരിക്കുന്നു. എങ്ങനെയാണ് ഈ സന്തോഷത്തെ കാണുന്നത്? അൽഹംദുലില്ലാഹ് 2 ദിവസമായിട്ട് ഈ കുണിയിലുണ്ട്. വളരെയേറെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ദിവസത്തിൽ ഇവിടെ ഇത്രയും ആൾക്കാരെ ഒപ്പം ബറാത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ട് നോമ്പ് തുറക്കാൻ കിട്ടിയത് വലിയ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ് അതിനെ ആദ്യം സ്തുതിക്കുന്നു. പിന്നെ ഒരു വലിയൊരു ചാരിതാർത്ഥ്യം കൂടിയാണ് സമസ്ത 100ാം വാർഷിക ക്യാമ്പിൽ വെച്ചിട്ട് ഒരു ബറാത്ത് നോമ്പ് തുറ ഉള്ളത് വലിയ ചാരിതാർത്ഥ്യം കൂടിയാണ്. വളരെയേറെ സന്തോഷമുണ്ട്. കാരണം ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഇഫ്താറിനാവുന്നത് ഈ സമ്മേളനം. ഞങ്ങൾ കൃത്യസമയത്തിന് ഇവിടെ എത്താനും പറ്റി. പിന്നെ വലിയ മഹാന്മാരിപ്പോൾ ഇരുന്ന് ഇങ്ങനെ ഒരു ഇഫ്താർ കൂടാനും പറ്റി. വളരെയേറെ സന്തോഷമുണ്ട്.